യുഎസും യൂറോപ്പും റഷ്യയുമായി കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരം ഇപ്പോഴും തുടരുകയാണെന്നാണ് കണക്കുകൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. പിന്നെ എന്തിനാണ് ഇന്ത്യയെ മാത്രം റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്നും അമേരിക്ക വിലക്കുന്നത് എന്നാണ് ഇന്ത്യയുടെ കാതലായ ചോദ്യം. അതിനുള്ള ഉത്തരം ട്രംപ് നൽകില്ല, യൂറോപ്യൻ രാജ്യങ്ങളും നൽകില്ല. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോയെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്ക് 25% അധിക തീരുവ ഉടൻ ചുമത്തുമെന്നും റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയടക്കം രാജ്യങ്ങൾക്ക് കൂടുതൽ തീരുവ ചുമത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുമ്പോഴും യുഎസും യൂറോപ്പും റഷ്യയുമായി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പറയാനുള്ളത് ഇന്ത്യ ഇനിയും എണ്ണ റഷ്യയിൽ നിന്ന് തന്നെ വാങ്ങുമെന്ന് തന്നെയാണ്. അമേരിക്കയുടെ താരിഫ് ഭീഷണി വർദ്ധിക്കുമ്പോഴും റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിക്കുകയാണ്. ഓഗസ്റ്റിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങൽ പ്രതിദിനം 2 ദശലക്ഷം ബാരലായി ഉയർത്തി. അമേരിക്കയുടെ രൂക്ഷമായ എതിർപ്പിനെ മറികടന്നാണ് ഈ ഒരു തീരുമാനം എന്നതുകൂടി ഓർക്കണം. ഈ കണക്കുകളൊന്നും വെറുതെ പറയുന്നതല്ല. ആഗോള റിയൽ ടൈം ഡേറ്റ ആൻഡ് അനലിറ്റിക്സ് ദാതാവായ കെപ്ലർ പറയുന്നതനുസരിച്ച് ഓഗസ്റ്റ് ആദ്യ പകുതിയിൽ പ്രതിദിനം ഇറക്കുമതി ചെയ്ത 5.2 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയിൽ 38% റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നതാണ്. ജൂലൈയിൽ 1.6 ദശലക്ഷം ബാരലായിരുന്നു ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ പ്രതിദിനം 2 ദശലക്ഷം ബാരൽ വർധനയുണ്ടായിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്തിയ ട്രംപിന്റെ ഭീഷണി വിപണിയിൽ കാര്യമായി ഏശിയിട്ടില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി യൂറോപ്പും യുഎസിൻ്റെയും റഷ്യൻ ഇടപാടിലേക്ക് വരാം. ക്രെംലിൻ ഉക്രൈനിൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശം തുടങ്ങിയ ശേഷം റഷ്യയും യുഎസും തമ്മിലുള്ള വ്യാപാരം ഏതാണ്ട് 90% കണ്ടു കുറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം US ബ്യൂറോ ഓഫ് ഇക്കണോമിക്സ് അനലിറ്റിക്സിൻ്റെയും സെൻസസ് ബ്യൂറോയുടെയും ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം US ഇപ്പോഴും റഷ്യയിൽ നിന്നും 3 ബില്യൺ മൂല്യമുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് റഷ്യയിൽ നിന്ന് മാത്രമേ US ലഭിക്കൂ. ഇതില്ലാതെ യുഎസിന് ശ്വാസം പോലും കിട്ടില്ലെന്ന് ഓർക്കണം. അതേസമയം യൂറോസ്റ്റാറ്റ് ഡേറ്റ പ്രകാരം 2022നും 2025നും ഇടയിൽ റഷ്യയിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയന്റെ ഇറക്കുമതി 86% കുറഞ്ഞു. എന്നാൽ റഷ്യക്കെതിരായ ഉപരോധങ്ങളിൽ അമേരിക്കക്കാരുടെ പങ്കാളിയായ യൂറോപ്യൻ യൂണിയൻ 2024 റഷ്യയിൽ നിന്നും 41.9 ബില്യൺ ഡോളറിന്റെ, അതായത് 36 ബില്യൺ യൂറോയുടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തതായി യൂറോപ്യൻ യൂണിയന്റെ ഈ ഡേറ്റ കാണിക്കുന്നുണ്ട്. ഔദ്യോഗിക സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയുടെ കണക്കാണ്. ഈ വർഷം ആദ്യ പകുതിയിൽ US 927 മില്യൺ ഡോളറിന്റെ വളം റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തതായി US സെൻസസ് ബ്യൂറോയുടെ കണക്കുകൾ കാണിക്കുന്നു. കഴിഞ്ഞ വർഷം റഷ്യയിൽ നിന്നുള്ള വളം ഇറക്കുമതി ആകെ 1 ബില്യൺ ഡോളറിലധികമായിരുന്നു. 3 തരം രാസവളങ്ങളുടെ ഇറക്കുമതിക്കാണ് US റഷ്യയെ പരിപൂർണമായും ആശ്രയിക്കുന്നത്. 2021 മുതൽ റഷ്യയിൽ നിന്നുള്ള പലേഡിയം ഇറക്കുമതി ഗണ്യമായി കുറച്ചു. പക്ഷേ 2024 878 മില്യൺ ഡോളറിൻ്റെയും 2025 594 ബില്യൺ ഡോളറിൻ്റെയും ലോഹം പലേഡിയം US ഇപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ള നിറത്തിലുള്ള ഈ ലോഹം വിവിധ ഇലക്ട്രോണിക് വ്യാവസായിക ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. അതിപ്രധാനമാണ്. കൂടാതെ കാറുകളുടെ കാറ്റലിക് കൺവെർട്ടറുകളിൽ ഇതൊരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കാർ നിർമ്മാണ മേഖലയ്ക്ക് ഇത് ഒഴിവാക്കാനാകില്ല. ജൂൺ വരെയുള്ള US സെൻസസ് ഡേറ്റ പ്രകാരം ഈ വർഷം ഇതുവരെ റഷ്യയിൽ നിന്നും 755 മില്യൺ ഡോളറിന്റെ യുറേനിയവും പ്ലൂട്ടോണിയവും, ശ്രദ്ധിച്ചു കേൾക്കണം, യുറേനിയവും പ്ലൂട്ടോണിയവും US ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. 2024 റഷ്യയിൽ നിന്നും 624 മില്യൺ ഡോളറിന്റെ സാധനങ്ങൾ അങ്ങനെ അവർ ഇറക്കുമതി ചെയ്തു. കാരണം ആവശ്യമുള്ളവന് ഔചിത്യമില്ലല്ലോ. മോസ്കോയുടെ ഉക്രൈനിലെ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിന് മുമ്പ് യൂറോപ്യൻ യൂണിയൻ ഏറ്റവും വലിയ പെട്രോളിയം വാങ്ങലുകാരായിരുന്നു റഷ്യയിൽ നിന്നും. അതിനുശേഷം യൂറോപ്യൻ യൂണിയൻ റഷ്യൻ എണ്ണ ഇറക്കുമതിക്കും ഡീസൽ പോലുള്ള ശുദ്ധീകരിച്ച എണ്ണ ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി. എടുത്തു ചാടി ചെയ്തതാണ് യൂറോപ്യൻ യൂണിയൻ. അതിന്റെ ഫലമായി 2025 ആദ്യ പാദത്തിൽ യൂറോപ്പിലേക്കുള്ള എണ്ണ ഇറക്കുമതി 1.72 ബില്യൺ ഡോളറായി കുറഞ്ഞു. ശീതകാലത്ത് ഇതോടെ യൂറോപ്പിലെ വീടുകളിൽ തണുപ്പ് കൂടി. കാരണം ചൂടാക്കാൻ റഷ്യൻ എണ്ണ എത്തിയില്ല. 2025 ജൂലൈയിൽ റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളുടെ മുൻനിര യൂറോപ്യൻ ഇറക്കുമതിക്കാർ ഹംഗറി, ഫ്രാൻസ്, സ്ലോവാക്യ, ബെൽജിയം, സ്പെയിൻ ഈ രാജ്യങ്ങളായിരുന്നു. അന്താരാഷ്ട്ര ഗവേഷണ സംഘടനയായ സെന്റർ ഫോർ
റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ നടത്തിയ വിശകലനത്തിലാണ് ഈ കണക്കുകൾ വെളിയിൽ വന്നത്. അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഹംഗറിയും സ്ലോവാക്യയുമാണ് നടത്തിയതെന്ന് ഈ വിശകലനത്തിൽ പറയുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾ പ്രധാനമായും ദ്രവീകൃത പ്രകൃതിവാതകമാണ് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. പിന്നെ ഇരുമ്പും ഉരുക്കും, അതിൻ്റെ ഇറക്കുമതിയിൽ യൂറോപ്യൻ യൂണിയനിലെ റഷ്യയുടെ പങ്ക് കുത്തനെ കുറഞ്ഞു. 2025 ആദ്യ പാദത്തിൽ എന്നിട്ടും ഇരുമ്പ് സ്റ്റീൽ ഇറക്കുമതി $850 മില്യൺ ആയിരുന്നു. യൂറോസാറ്റിൻ്റെ കണക്കനുസരിച്ച് 2021 അതേ പാദത്തിൽ റഷ്യയിൽ നിന്നും ഇറക്കുമതിൻ്റെ പകുതിയോളം അത്രയുമുണ്ട്. എന്നാൽ ഉപരോധങ്ങളും ഇറക്കുമതി തീരുവകളും വളം വ്യവസായത്തെ കുലുക്കിയില്ല. തൽഫലമായി 2021 മുതൽ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ വളത്തിൻ്റെ ഇറക്കുമതിയിൽ വളരെ കുറച്ച് മാത്രമേ കുറച്ചിട്ടുള്ളൂ. 2025 ഈ ആദ്യ പാദത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ $640 മില്യൺ റഷ്യൻ വളം തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്തതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, നോർവേ, UK, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിക്കലിനെ കൂടുതൽ ആശ്രയിക്കുന്നതിനായി യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ ഇറക്കുമതി പിന്നീട് വൈവിധ്യവൽക്കരിച്ചു. എങ്കിലും 2025 ആദ്യ പാദത്തിൽ യൂണിയൻ റഷ്യയിൽ നിന്നും $300 മില്യൺ നിക്കൽ ഇറക്കുമതി ചെയ്തു. അല്ലാതെ പറ്റില്ല. സ്റ്റെയിൻലെസ് സ്റ്റീലും മറ്റ് അലോയ് സ്റ്റീലുകളും ബാറ്ററികൾ നിർമ്മിക്കാനാണ് ഇപ്പോൾ നിക്കൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. യേൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റും കീവ് സ്കൂൾ ഓഫ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടും സമാഹരിച്ച ഒരു പട്ടിക പ്രകാരം മികച്ച 100 കമ്പനികൾ ഉൾപ്പെടെ ചില ശ്രദ്ധേയമായ US ആസ്ഥാനമായ വ്യവസായ സ്ഥാപനങ്ങൾ, കമ്പനികളൊക്കെ റഷ്യയിൽ ഇപ്പോഴുമുണ്ട്. ഉപഭോക്തൃ പ്രമുഖ ബ്രാൻഡുകൾ, റീറ്റെയിലർമാർ, സോഫ്റ്റ്വെയർ കമ്പനികൾ എന്നിവ ഉൾപ്പെടെ ഡസൻ കണക്കിന് യൂറോപ്യൻ ബിസിനസ്സുകാർ റഷ്യയിൽ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. റഷ്യ അവരെയൊന്നും വിലക്കിയിട്ടുമില്ല. യുദ്ധം ആരംഭിച്ച ശേഷം ഇന്ത്യയുടെ റഷ്യൻ എണ്ണയും വാതക ഇറക്കുമതിയും കുതിച്ചുയർന്നിട്ടുണ്ട്. ഊർജ്ജ ഡേറ്റാ സ്ഥാപനമായ ഓർടെക്സയുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇന്ത്യൻ വിപണിയുടെ 36% റഷ്യൻ എണ്ണയാണ്. അതായത് മറ്റെവിടെ നിന്നേക്കാളും റഷ്യയിൽ നിന്നും ഇന്ത്യ കൂടുതൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. 2022 മോസ്കോ ഉക്രൈനിലെ പൂർണ്ണതോതിലുള്ള അധിനിവേശം നടത്തിയപ്പോൾ ചൈനയും റഷ്യൻ അസംസ്കൃത എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചു. ഓർടെക്സയുടെ കണക്കനുസരിച്ച് ചൈനയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ 13.5% ഇപ്പോൾ റഷ്യയിൽ നിന്നാണ്. 2024 ചൈന ഏകദേശം $130 ബില്യൺ റഷ്യൻ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇതിൽ $62.6 ബില്യൺ പെട്രോളിയം എണ്ണയും അസംസ്കൃത എണ്ണയും ഉൾപ്പെടുന്നു. ഇത് UN സമാഹരിച്ച കണക്കാണ്. കണക്കുകൾ ഇങ്ങനെയിരിക്കെ ഇപ്പോഴും ബില്യൺ കണക്കിന് ഡോളറിൻ്റെ നിക്കൽ, പ്ലൂട്ടോണിയം, യുറേനിയം, വളങ്ങൾ, ഇതൊക്കെ യൂറോപ്യൻ യൂണിയനും US മത്സരിച്ച് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് തങ്ങളുടെ രാജ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയുന്നത് ശരിവയ്ക്കുന്ന വിധം. മറുഭാഗത്ത് റഷ്യയെ ഇപ്പം തകർത്തുകളയും, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യയെ മറിച്ചിട്ടുകളയും എന്നൊക്കെയാണ് ട്രംപിൻ്റെ വീരവാദം. ഒപ്പം യൂറോപ്യൻ യൂണിയൻ്റെയും. ലോകം മനസ്സിലാക്കേണ്ടത് ഇതാണ് യൂറോപ്യൻ യൂണിയൻ്റെയും US-ൻ്റെയും ഇരട്ടത്താപ്പ് എന്നതാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച